മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെക്കുറിച്ചും നിക്ഷേപങ്ങളിൽ കേന്ദ്രത്തിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലേ എന്നതിനെ കുറിച്ചും വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം സജീവമായി നടക്കുന്നുണ്ട്. നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകാർ കി സമൃദ്ധി അഥവാ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന പദ്ധതി തുടങ്ങിയതും മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്തി 2023 ജൂലൈ 25-ന് ലോക്സഭയിലും ഓഗസ്റ്റ് 1-ന് രാജ്യസഭയിലും ബില്ല് പാസാക്കി രാഷ്ട്രപതിയുടെ ഒപ്പിനായി അയച്ചതും. കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സംസ്ഥാന സഹകരണ സംവിധാനങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന തരത്തിലാണ് ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണക്കാരന്റെ നിക്ഷേപങ്ങളുടെ മേൽ അഴിമതിയും ക്രമക്കേടുകളും നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ് ഈ ഭേദഗതികൾ പലതും. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ പലിശയും ലാഭവിഹിതവും സുരക്ഷിതത്വവും നിക്ഷേപകർക്ക് നൽകാൻ കഴിയും എന്നതാണ് സാധാരണക്കാരെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയെങ്കിലും എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തിയാൽ മുഴുവൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ തട്ടിപ്പ് സംഘങ്ങളായി ചിത്രീകരിക്കുന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ്. ഭരണം മെച്ചപ്പെടുത്തുക, തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പരിഷ്കരിക്കുക, നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, തിരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നീ തീരുമാനങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2023 ഭേദഗതി വരുത്തി പാർലമെന്റിൽ ഇരുസഭകളിലും പാസാക്കിയത്. ഇതുവഴി മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ നടത്തിപ്പ് കൂടുതൽ സുതാര്യമാവുകയും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തുകയുമെല്ലാമാണ് ലക്ഷ്യമിടുന്നത്. സഹകരണ തെരഞ്ഞെടുപ്പ് അതോറിറ്റി, സഹകരണ ഇൻഫർമേഷൻ ഓഫീസർ, ഒംബുഡ്സ്മാൻ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമവിധേയമായി പൊതുജനങ്ങൾക്ക് നിക്ഷേപം നടത്താവുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വിശദമായി ബഡ്സ് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപം സംബന്ധിച്ച വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനും നിക്ഷേപ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ, മേൽനോട്ടം തുടങ്ങിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനും വിവിധ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. സെബി അഥവാ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, കേന്ദ്ര സഹകരണ രജിസ്ട്രാർ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും നിയന്ത്രണങ്ങൾക്കും വിധേയമായി അവ പുറപ്പെടുവിക്കുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുള്ള സ്കീമുകളാണ് നിയമവിധേയമായ നിക്ഷേപങ്ങൾ. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ നിക്ഷേപ പദ്ധതികളും അനധികൃതമല്ല. അതായത് കേന്ദ്ര സഹകരണ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ കീഴിൽ വരുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് പൂർണ്ണമായും നിയമവിധേയമാണ്. ലക്ഷക്കണക്കിന് മെമ്പർമാരുടെ സമർപ്പണവും നിക്ഷേപകരുടെ വിശ്വാസ്യതയുമാണ് ഓരോ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളും. അവ നാടിന് നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. അവ നിലനിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അനാമിക, ന്യൂസ് കേരള.